കളമശ്ശേരിയിലെ ഫ്ളാറ്റിലെ കൊലപാതകം നമ്മളെ എല്ലാവരെയും അതിശയപ്പെടുത്തി. 55 വയസ്സുള്ള ജെയ്സി എബ്രാഹാം, അവര് പെരുമ്പാവൂർക്കാരിയാണ്. കോറോത്തുകുടി വീട്ടിലെ ചൂണ്ടക്കുഴി എന്ന സ്ഥലത്ത് കോറോത്തുകുടി ഹൗസിലെ ജെയ്സി ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുകയാണ്. അവരൊറ്റയ്ക്കാണ് കളമശ്ശേരിയിലെ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത്. 55 വയസ്സ് പ്രായമുണ്ട്. എറണാകുളത്ത് പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ധാരാളം ബിസിനസ് അവർ ചെയ്യുന്നുണ്ട്, സ്ഥലക്കച്ചവടം ചെയ്യുന്നു, ധാരാളം കസ്റ്റമേഴ്സും ഉണ്ട് എന്ന് പറയുന്നു. അവരുടെ മകള് കാനഡയിലാണ്. കാനഡയിൽ നിന്ന് മകള് അമ്മയെ വിളിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പലരെയും വിളിച്ചു നോക്കിക്കഴിഞ്ഞപ്പം സംശയമായി. അങ്ങനെ പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് നോക്കിയപ്പം ബാത്റൂമിൽ മരിച്ചിരിക്കുന്നതാണ് കണ്ടത്. വീണിട്ടുണ്ടാവും, തലയിൽ മുറിവുകളുണ്ട്, ഹെഡ് ഇഞ്ചുറി, തലയുടെ പിന്നിലാണ്. എന്തായാലും അന്നൊരു സംശയം പോലീസിനുണ്ടായി. പോസ്റ്റ്മോർട്ടം ചെയ്തു. തലയുടെ പിന്നിലെ 10 മുറിവുകളുണ്ട്. ഒരു മുറിവ് കഴുത്തിന്റെ ഭാഗത്താണ്. ഇതെല്ലാം വളരെ ഹെവി ഓബ്ജക്റ്റ് കൊണ്ടുള്ള മുറിവുകളാണ്. മുറിവുകളും ചതവുകളും നല്ല കട്ടിയുള്ള ഇരുമ്പ് കൊണ്ടുള്ള ചില ഇരുമ്പ് കൊണ്ട് അടിച്ചപ്പോൾ ഉണ്ടായ മുറിവുകളെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ക്ലിയറായി. ഇതൊരു മർഡറാണ് എന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പം പോലീസിന് മനസ്സിലായി. CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഒരാള് ഈ ഫ്ലാറ്റിലേക്ക് 10:20 ആ ഫ്ലാറ്റിന്റെ അങ്ങോട്ട് നടന്നു വരുന്നു. നല്ല വണ്ണമുള്ള ഒരാള്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യില് അല്ലെങ്കിൽ ഒരു തോളില് എന്തോ സാധനം തൂക്കിയിട്ടുണ്ട്. സ്വല്പം വെയിറ്റ് ഉള്ള സാധനമാണെന്ന് തോന്നുന്നു. നടപ്പ് കണ്ടാല് നല്ല വണ്ണമുള്ള 45 വയസ്സുള്ള ആളാണ്. അയാള് 12:50 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വേറൊരു ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. എന്തായാലും ആളെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോലീസ്. ഇൻഫോ പാർക്ക് ജോലിയുള്ള ഗിരീഷ് ബാസു എന്നയാളാണ്. അയാൾ കുറ്റം സമ്മതിച്ചു. അയാൾ കൊണ്ടുവന്നത് ഒരു ഡമ്പലാണ്. നമ്മൾ ചെറിയ ഡമ്പലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഹെവി ആയിട്ടുള്ള ഡമ്പലാണ്. ഒരു 20 കിലോ എങ്കിലും തൂക്കം ഉണ്ടാവും. ഗിരീഷ് കുമാറിനെ പോലെ ആരോഗ്യമുള്ള ഒരുത്തിനെ ആ ഡമ്പൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് അയാൾ സ്വയം ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു കറുത്ത പെയിന്റ് അടിച്ച ഡമ്പൽ. അത് ഹെവി ഓബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് തലക്കെട്ട് അടിച്ചിരിക്കുന്നത്. അവരും ഇയാളുമായിട്ടുള്ള പരിചയം എങ്ങനെയാണ്, അതാണ് ഏറ്റവും വലിയ കൗതുകം ഉണർത്തിയത് എനിക്ക്. കാരണം അത് ഡേറ്റിംഗ് ആപ്പ് മുഖേന പരിചയപ്പെട്ട വ്യക്തിയാണ്. നമുക്കറിയാം, ഡേറ്റിംഗ് പലരും ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പല സ്ത്രീകളും പുരുഷന്മാരും ബന്ധപ്പെടുന്ന ഡേറ്റിങ്ങിലായിട്ട് വന്നു. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്നത് ഇന്ത്യയിലേക്ക് പടർന്നു പിടിച്ചു. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഡേറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ലിവിങ് ടുഗദറും കേരളത്തിൽ ധാരാളമായി കഴിഞ്ഞു. അതൊക്കെ ആധുനിക യുഗത്തിലെ ചില ശീലങ്ങളും ചില അബദ്ധസഞ്ചാരങ്ങളും ഒക്കെ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ ഒരു അബദ്ധസഞ്ചാരം ഉണ്ടായ പോലെ തോന്നുന്നു. കാരണം ഡേറ്റിംഗ് ആപ്പ് മുഖേനയാണ് ഇൻഫോ പാർക്കിലെ ഈ ഗിരീഷുമായിട്ട് ഇവര് ജെയ്സി പരിചയപ്പെട്ടത്. അത് ഇപ്പം അയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പം ഗിരീഷ് കുമാർ അത് സമ്മതിച്ചു. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. ഇയാൾ കൂടെ അവിടെ വരും, ഇവരുമായിട്ട് ബന്ധപ്പെടും, അവരൊന്നിച്ചിരുന്ന് മദ്യപിക്കും. ഈ സംഭവ ദിവസം 18-ാം തീയതി അന്ന് ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു, ആഹാരം കഴിച്ചിട്ടുണ്ടാവും. പിന്നിൽ നിന്നാണ് അയാള് ഈ ഡമ്പൽ ഉപയോഗിച്ച് തലയുടെ പിന്നിൽ അടിച്ചത്. അതോടെ അവർ താർന്നു കൊണ്ടിട്ടുണ്ടാവും. അവരെ 10ഓളം മുറിവുകൾ, ഇല്ലെങ്കിൽ ചതവുമല്ല, മുറിവുകൾ തലയുടെ പിന്നിലുണ്ട്. അവരെ വലിച്ച് ഇയാള് ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടാവും, അവിടെ വെച്ച് മരിച്ചതായിട്ട് വരുത്താൻ വേണ്ടിയിട്ട്. ഇതൊരു ഡിറ്റക്ഷനിലോട്ട് പോലീസ് കൊണ്ടുവരില്ല എന്നാണ് കരുതിയത്. അയാളുടെ ബുദ്ധി അത്രയേ ഉള്ളൂ. കാരണം CCTVയുടെ കാര്യം അയാൾ വിട്ടുപോയി. എന്തായാലും പോലീസ് കറക്റ്റ് ട്രാക്ക് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അന്നേരമാണ് മനസ്സിലായത് ഈ ഡേറ്റിംഗ് ആപ്പ് മുഖേനയാണ് പരിചയപ്പെട്ടതെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഖദീജ, അവരെ പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്തു.
അവർ തമ്മിൽ ഈ ഡേറ്റിംഗ് മുഖേന പരിചയപ്പെട്ടതാവാം. രണ്ടുപേരും കൂടെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായപ്പം പ്ലാൻ ചെയ്ത് വീട്ടിലിരുന്ന് ഖദീജയുടെ വീട്ടിലിരുന്നാണ് പ്ലാനിങ് നടത്തിയത്. അങ്ങനെ ഇവർക്കൊരു 30 ലക്ഷം രൂപ, ഇവർ തമ്മിൽ സുഹൃത്തുക്കളായതുകൊണ്ട് ജെയ്സിക്ക് ഒരു 30 ലക്ഷം രൂപ റിയൽ എസ്റ്റേറ്റ് വഴി സമയ ദിവസം കിട്ടി എന്നുള്ള വാർത്ത സന്തോഷത്തോടു കൂടി ജെയ്സി ഗിരീഷ് കുമാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ പറഞ്ഞു, ഞാൻ 2 മാല വാങ്ങിച്ചിരുന്നു എന്ന്. ആ വിവരം അയാൾക്ക് കിട്ടി. അപ്പൊ ഇവരുടെ കയ്യിൽ പണമുണ്ട്, മാലയുണ്ട്, അത്യാവശ്യം വേറെയും പണം കാണാം. അത് ഇവരുടെ പണം ചോദിച്ചാൽ ഇവർ കൊടുക്കൂല. അതേസമയത്ത് ഒന്നിച്ചിരുന്ന് മദ്യപിക്കും, അവിടെ കമ്പനി കൂടും, ചിരിച്ചു കളിച്ചിരിക്കും, അതൊക്കെ അവർ സമ്മതം. പക്ഷെ പണത്തിന്റെ കാര്യം പറഞ്ഞാൽ കൊടുക്കൂല. അപ്പൊ അത് ഖദീജയുമായിട്ടിരുന്ന് ആലോചിച്ചു. രണ്ടുപേർക്കും പണം ആവശ്യമുണ്ട്, രണ്ടുപേരും കടക്കാരാണ്. ഏതായാലും ഇപ്പം കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു 30 ലക്ഷം രൂപ കിട്ടിയെന്ന് സ്നേഹത്തില് സൗഹാർദ്ദത്തില് കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പണം എടുക്കാം. പിന്നെ അവർ 2 മാല വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെടുക്കാം. അപ്പം ക്യാഷ് അത്യാവശ്യം ചിലപ്പോൾ അലമാര ഉണ്ടാവും, അത് നോക്കാം. കൊല്ലാൻ തീരുമാനിച്ചു രണ്ടുപേരും കൂടെ. ഗൂഢാലോചന നടത്തി 120 ഗൂഢാലോചന ഫലമായി ഇയാള് അങ്ങേട്ടേക്ക് അവരെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നതൊക്കെ നമ്മൾ CCTV കണ്ടു. ഹെവി ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് തോളെ തൂങ്ങിയിട്ടുണ്ട്. ആ നടപ്പ് അല്പം ചെരിഞ്ഞാണ്. ഏതായാലും ആ കേസിന്റെ ഡിറ്റക്ഷന് കളമശ്ശേരി പോലീസിനെ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം നല്ലൊരു ഡിറ്റക്ഷനാണ് ഇത്. ഫ്ലാറ്റിലെ മർഡർ ഈ CCTV ദൃശ്യം ഇല്ലെങ്കിൽ തെളിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേ സമയത്ത് മൊബൈലിൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് അതിലേക്ക് ഇനി ഡിറ്റക്ഷൻ വരാം. എന്നാലും CCTV ദൃശ്യത്തിലെ ആളെ കണ്ടു, നടപ്പ് കണ്ടു, അങ്ങോട്ട് വരുന്ന സമയം കണ്ടു, തിരിച്ചു പോകുന്ന കണ്ടു. പോസ്റ്റ്മോർട്ടത്തില് എപ്പോഴാണ് ടൈം ഓഫ് ഡെത്ത് എന്നൊക്കെ പോലീസിന് ഏകദേശം ധാരണ വന്നു. ഇയാൾ തന്നെയാണ് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള പ്രതി എന്നും പോലീസ് കണ്ടെത്തി. പക്ഷെ അതിശയപ്പെടുത്തിയത് ഇവർ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടെന്നുള്ള കാര്യമാണ്. അത് ഡേറ്റിംഗ് ആപ്പ് മുഖേന എന്ന് പറഞ്ഞപ്പോൾ 55 വയസ്സുള്ള സ്ത്രീയാണ്, ഇയാൾക്ക് 45 വയസ്സുണ്ട്. എന്തായാലും ഏത് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചു എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. അത് പോലീസ് കണ്ടെത്തുമെന്നുള്ളൂ. സാധാരണഗതിയിൽ ടിൻഡർ ഉണ്ട്, TINDR. ടിൻഡർ ആപ്പ് ആയിരിക്കും മിക്കവാറും ഉപയോഗിക്കുന്ന എല്ലാവരും. ടിൻഡർ ആപ്പ് ഫ്രീ ആണ്, നമുക്ക് ആരെ വേണമെങ്കിലും പരിചയപ്പെടാം. നമുക്ക് ഇഷ്ടമനുസരിച്ചുള്ള സ്ത്രീകളും പുരുഷന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം. ആ ടിൻഡർ ആപ്പിന് അതേസമയത്ത് അതിന് ചില ടിൻഡർ ആപ്പ് പ്ലസ് ഉണ്ട്. കുറച്ചുകൂടെ നല്ല ക്ലയന്റിനെ കിട്ടും എന്നുള്ള ധാരണ വെച്ചിട്ട് മാസം $10 കൊടുക്കണം. അപ്പം 1080 $10 $800. അപ്പൊ അതുകൂടാതെ ടിൻഡറിന്റെ ഗോൾഡ് ഉണ്ട്, അതിന് $15 ഒരു മാസം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനും ബന്ധപ്പെടാനും സൊള്ളാനും ഒക്കെ $15 ഗോൾഡ്. ടിൻഡർ പ്ലാറ്റിനം ഉണ്ട്, $20. അത് $1600 മാസം മന്ത്ലി കൊടുക്കണം. ചിലരൊക്കെ ഒരു മാസം ഉപയോഗിച്ചിട്ട് കളയും. എങ്കിലും ബോറടിച്ചിരിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനും ചിരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ ഇത് സൗകര്യം ചെയ്യും. അപ്പോൾ ടിൻഡറാണ് ഏറ്റവും പോപ്പുലറായ ഒരു ഡേറ്റിംഗ് ആപ്പ്. പിന്നെ ബമ്പിൾ ഉണ്ട്, BUMBLE ബമ്പിള്. അത് ഏകദേശം കുറെ അധികം ആൾക്കാർ ഈ ബമ്പിളിലോട്ട് പോകുന്നുണ്ട്, ഒക്കെ ഫ്രീ ആണ്. ഓക്കെ കുപ്പിടുണ്ട്, ഓക്കെ CUPID, ഓക്കെ കുപ്പിഡ്, അതും ഒരു ആപ്പാണ്. ഇത് ധാരാളം ആപ്പുകളുണ്ട്, വിദേശികളുടെ മാത്രമുള്ള ആപ്പുകളുണ്ട്. പക്ഷെ നിയമപരമായിട്ട് ഇന്ത്യയിലെ ഈ ആപ്പുകളൊന്നും വിലക്കിയിട്ടില്ല. ഇപ്പോഴും യഥേഷ്ടം എല്ലാവരും ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു പാർട്ട്ണറെ കിട്ടി സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ സാധിക്കും. അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, രണ്ടുപേർക്കും പൊതുവായ സബ്ജക്റ്റുകൾ സംസാരിക്കാം. അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും ചതിയുടെ ലോകമാണ് ഈ ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് ഈ ഒരു കേസോടുകൂടി എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിന്റെ കാര്യം 3-4 പറഞ്ഞിരിക്കുന്നത്. കാരണം ധാരാളം ആപ്പുകളുണ്ട്, ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചുള്ള ആപ്പുകൾ, അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ആപ്പുകൾ ധാരാളമുണ്ട്. എങ്കിലും പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ 2-3 ആപ്പാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഇതിലേക്ക് നിന്നും ആരും, ചെറുപ്പക്കാരും വലിയവരും പ്രായമുള്ളവരൊന്നും ചാടരുത്. അപകടം എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല.
ഈ സ്ത്രീ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയും ഭർത്താവ് പെരുമ്പാവൂരാണ്, മകള് വിദേശത്താണ്, ഇവർ ഒറ്റയ്ക്കാണ് ബിസിനസ് ചെയ്യുന്നത്. അവിടെ ഈ ഡേറ്റിംഗ് ആപ്പ് കഴിയുമ്പം ബന്ധപ്പെടാനുള്ള ആൾക്കാരൊക്കെ വരും, അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും അവസാനം അതൊരു കൊലപാതകത്തിലേക്ക് പോയി അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു ഫ്രീ സെക്സ് ലൈഫിലേക്ക് പോയി കഴിയുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ആരും മറക്കരുത്. അതുകൊണ്ട് ആപ്പിൾ യൂസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. അപകടം മണക്കുന്നു എന്ന് കരുതിക്കോണം.